പാകിസ്ഥാന് വെള്ളം മാത്രമല്ല അന്നവും മുട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായും എല്ലാ കരാറുകളും റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റുമതി ഇറക്കുമതി എല്ലാം ഇല്ലാതാകുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ നാളുകളായിരിക്കും അല്ലേ? അല്ല, പാകിസ്ഥാൻ അത് പ്രതീക്ഷിക്കണം. കാരണം ഒരുപക്ഷെ പാകിസ്ഥാൻ ഡയറക്റ്റായിട്ട് അവരെ ആക്രമിക്കാൻ ഇപ്പോൾ പറഞ്ഞയച്ചല്ലെങ്കിൽ പോലും എത്രയോ കാലമായിട്ട് തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും അത് ഇന്ത്യയിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ശരി, അന്ന് കാശ്മീരിലേക്ക് ഗോത്രവർഗ്ഗക്കാരെ പരിശീലിപ്പിച്ച് ഗോത്രവർഗ്ഗക്കാരുടെ രൂപത്തിൽ നുഴഞ്ഞു കയറി പിന്നീട് അന്നത്തെ അവിടെ രാജാവായിരുന്ന ആൾ, കാരണം ഇന്ത്യയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പൊതുവേ ഉണ്ടായ കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് അവർ കൊടുത്തൊരു നിർദ്ദേശം ഇതായിരുന്നു: നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പാകിസ്ഥാൻ്റെ കൂടെ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാം. ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിന്നായിരുന്നു. അപ്പോൾ കാശ്മീരിലെ രാജാവ് സ്വതന്ത്രമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാലം നമ്മളുടെ കൂടെ ആയിരുന്നില്ല. ആ സമയത്താണ് പാകിസ്ഥാൻ ഗോത്രവർഗ്ഗക്കാരെ നുഴഞ്ഞു കയറ്റി അവിടെ ആ രാജാവിനെ ഉപദ്രവിക്കാൻ വിടുകയും രാജാവ് നമ്മളുടെ സഹായം തേടുകയും ഇന്ത്യൻ സൈന്യം ആ നുഴഞ്ഞുകയറ്റക്കാരെ അടിച്ചു പൊളിച്ച് തകർത്ത് വിടുകയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത്. അന്ന് മുതൽ തുടങ്ങിയൊരു പരിപാടിയാണ്. പിന്നീട് സ്ഥിരമായിട്ട് തീവ്രവാദികളെ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലേക്ക് കടത്തിവിടുകയും ഇന്ത്യയിൽ അക്രമങ്ങൾ വരുത്തി ഇന്ത്യയിൽ നാശം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ടാക്ടിക്സ് വരും. പക്ഷേ അവസാനം ഇപ്പോൾ എത്തിയ സമയത്ത് ഈ പഹൽഗാമിലെ കൂട്ടക്കൊല എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത്. അവരതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ട് പ്രത്യാക്രമണത്തിന് തയ്യാറായി. കാരണം ഈ സമയത്ത് പാകിസ്ഥാനെ അടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് മോദിയുടെ നേതൃത്വത്തിൽ തന്നെ മോദി തന്നെ നേരിട്ട് അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായിട്ട് പാകിസ്ഥാനെതിരെ ചില നിലപാടുകളെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന്, നദീജല കരാർ ഇനി പാലിക്കില്ല എന്നും വെള്ളം നൽകില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ കരുതി അത് മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര കരാറുകൾ മുഴുവനും നിർത്തി, അല്ലെങ്കിൽ അത് പൊളിച്ചു. ഇന്ത്യ ഇനി പാകിസ്ഥാനിലേക്കൊന്നും കൊടുക്കുന്നതല്ല, പാകിസ്ഥാനും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 10,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് നമ്മൾ പാകിസ്ഥാനിലേക്ക് ഈ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 10,000 കോടി. ആ 10,000 കോടി രൂപയ്ക്ക് നമ്മളങ്ങോട്ട് കയറ്റി അയക്കുന്നത് എന്തൊക്കെയാണ്? 1 പരുത്തി, 2 പഞ്ചസാര, 3 മിഠായി പോലെയുള്ളതായിട്ടുള്ള പദാർത്ഥങ്ങൾ, മധുരപലഹാരങ്ങൾ, അത് പ്രധാനമായിട്ട് അങ്ങോട്ട് നമ്മൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇത്തരം, അതുപോലെ പഞ്ചസാര, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവരുടെ നിത്യോപയോഗ ജീവിതത്തിന് ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലാണ് 10,000 കോടി രൂപയുടെ കയറ്റുമതി ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് വാങ്ങുന്ന സാധനം ഉപ്പ് വാങ്ങുന്നുണ്ട്, സൾഫർ വാങ്ങുന്നുണ്ട്, തുകൽ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിക്കൽസാണ്. രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചാൽ മരുന്ന്. ഇത് രണ്ടും അവർക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. നേരത്തെ പറഞ്ഞ പരുത്തിയുണ്ട്, പഞ്ചസാരയുണ്ട്, അതിനോടൊപ്പം തന്നെ മധുരപലഹാരങ്ങളും, പിന്നീട് ഈ അവസാനം ഞാൻ പറഞ്ഞ ഓർഗാനിക് കെമിക്കൽസും ഫാർമസ്യൂട്ടിക്കൽസും. അത് വളരെ പ്രധാനപ്പെട്ട മരുന്നിൻ്റെ വലിയ ശേഖരം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇത് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. വെള്ളം മാത്രമല്ല, ഈ നിത്യോപയോഗ സാധനങ്ങളുടെ നമ്മളുടെ പുതിയ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ആഗോളവൽകൃത സമൂഹമാണ്. ഇപ്പോൾ നമുക്ക് തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടാണ് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കും കൊടുത്തിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ നിലനിൽക്കുന്നത്. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ആധുനിക കാലത്തെ വലിയ ഒരാവശ്യമാണ്. അത് എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഉള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു WTO എന്ന് പറയുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകൃതമാണ്. കാരണം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് അവരുണ്ടാക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അത് അവരുടെ ഉപഭോഗമായിട്ട് മാറിത്തീർന്നില്ലെങ്കിൽ അവരുടെ ബിസിനസ് വലിയ തരം തകരും. ഇപ്പോൾ പുതിയൊരു ലോകത്തൊക്കെ നമ്മൾ വരിക,
ട്രംപിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ എന്താണ് റെസിപ്രോക്കൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. അതും വളരെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ്റെ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഒരു ഇടയ്ക്ക് നമ്മൾ 200% നികുതി ചുമത്തിയിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണ്ട എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം അതല്ല സംഭവം. ഇപ്പം നികുതിയുടെ പ്രശ്നങ്ങളൊന്നുമല്ല. നിന്റെ സാധനം ഞങ്ങൾ എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അത് വേണ്ടെന്നാണ് പാകിസ്ഥാനും അതുപോലെ തിരിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ നേരിട്ട് വാങ്ങുന്നില്ലെങ്കിലും ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കാം. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാം. നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കണ്ട. പാകിസ്ഥാന് ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നു, ശ്രീലങ്കയിൽ നിന്ന് നമ്മൾ വാങ്ങി. അതും വേണ്ടെന്ന് നമ്മൾ വെച്ചേക്കാം. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ പക്ഷെ പറഞ്ഞു റീറൂട്ട് ചെയ്തു വരിക. അതിനങ്ങനെ ആ ഭാഷ അതാണ് ചെയ്യുന്നത്. അങ്ങനെ റീറൂട്ട് ചെയ്തു വരുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഞങ്ങൾ വാങ്ങില്ല. ഇന്ത്യക്കാരൻ്റേതാണെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് എന്ന് കണ്ടാൽ ഞങ്ങൾക്കത് അതൊരു വീരവാദം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം ആദ്യം കയറി പറയും, പിന്നീട് ഇപ്പോൾ വെള്ളവും കിട്ടത്തില്ല, അതുപോലെ തന്നെ ആഹാരവും മറ്റു സാധനങ്ങളും എല്ലാം ഇല്ലാതാവുമ്പോഴത്തേക്ക് ആഭ്യന്തര കലാപം രൂക്ഷമാവും, അവിടെ തമ്മിലടിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ കുറേ കാലമായിട്ട് വളരെ മോശം കാലാവസ്ഥയിലാണ്. കാരണം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിത നിലവാരം വളരെ താഴെ പോവുകയും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കലാപങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചാളായി. മാത്രമല്ല ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിലെ പട്ടാളക്കാരിയെന്ന് ആക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒട്ടും പാകിസ്ഥാൻ്റെ ഒരു സ്വത്താവസ്ഥയിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ക്യാരക്ടറിനകത്ത് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം കൂടി ആകുമ്പോൾ കുറേ കൂടി രൂക്ഷമായി തീരുമെന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിൽ അവരെ സഹായിച്ചിരുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ നരേന്ദ്രമോദിയുടെ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച്, ട്രംപൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചും അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റാറ്റസ് കോ ഒക്കെ വെച്ച് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടത് ആവശ്യമാണ്. അതായത് പാകിസ്ഥാനെ സഹായിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങൾ അവരുടെ സഹായം ഇല്ലാതാക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഭീകരവാദ നിർമ്മാണം നടത്തുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ള കാര്യം ലോകത്തിൽ അറിയപ്പെടുകയുള്ളൂ. ലോകം അതിനെതിരായിട്ട് ശബ്ദിക്കുകയുള്ളൂ എന്നാണ് എനിക്ക്. അങ്ങനെ ശബ്ദിക്കണം. അങ്ങനെ ശബ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗുണകരമായിട്ടുള്ള ഒരു ലോകവ്യവസ്ഥ രൂപപ്പെടുന്നതിന് സഹായകരമായി തീരുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിലൊക്കെ തന്നെ എന്ന് പറയുന്നത്, ഇസ്രായേലും അതുപോലെ പാലസ്തീനിലെ ഹമാസ് നടത്തിയ അക്രമത്തിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് ആണ് പലസ്തീൻ തന്നെ ഇല്ലാതാവുന്ന തരത്തിലേക്ക് ഇസ്രായേൽ കയറി ആക്രമിച്ച് അതിഭീകരമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ മനുഷ്യരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് പോലും ആരും അതിനെ ചോദിക്കാനില്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പാകിസ്ഥാനിന് വരാൻ പോകുന്നത്. ഇതുമാതിരത്തെ 1-2 ആക്രമണങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ സൈനിക ശക്തി ഉപയോഗിച്ച് അവരെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ചിന്ന ഭിന്നമാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി ഒരുമിച്ച് ചേർന്ന് വലിയ പാകിസ്ഥാനാണ് ഉണ്ടായിരുന്നത്. ആ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ പൊളിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അതിനകത്ത് നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ്. മോദിക്കും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള പാകിസ്ഥാനെ രണ്ടായിട്ട് പിളർക്കുന്നതിനൊക്കെ വേണമെങ്കിൽ സൈനിക ശക്തി ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്. മേലാൽ ഇന്ത്യയിൽ കയറി ഇത്തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി അവർ നടത്താൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.